ദ്വാരപാലക പീഠവിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുരുക്കിലാക്കി സഹായി വാസുദേവന്റെ മൊഴി. കാണാനില്ല എന്ന വെളിപ്പെടുത്തൽ നടത്തുന്നതിന് 3 ദിവസം മുൻപേ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചിരുന്നുവെന്ന് വാസുദേവൻ വിജിലൻസിൽ മൊഴി നൽകി. പീഠം ഏൽപ്പിച്ചത് 13-ാം തീയതിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ശബരിമലയിൽ നിന്നും പീഠം തിരികെ കൊണ്ടുപോയതെന്ന് വാസുദേവൻ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി. ദ്വാരപാലക പീഠം കാണാനില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തൽ നടത്തിയത് ഈ മാസം 16-ന്. അളവ് കൃത്യമാകാത്തതിനാൽ തിരിച്ചുകൊണ്ടുപോയ ദ്വാരപാലക പീഠം 4 വർഷമായി കാണാനില്ലെന്നായിരുന്നു ആരോപണം. എന്നാൽ ഈ വാദം പൂർണ്ണമായി തള്ളുകയാണ് സഹായിയായ വാസുദേവൻ. വെളിപ്പെടുത്തൽ നടത്തുന്നതിന് 3 ദിവസം മുൻപേ, അതായത് ഈ മാസം 13-ന് തന്നെ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചിരുന്നെന്നാണ് വാസുദേവൻ റിപ്പോർട്ടറിനോട് പറയുന്നത്. അതായത് പീഠം കൈവശം വെച്ചിട്ടാണ് അത് കാണാനില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണം ഉന്നയിച്ചതെന്ന് വ്യക്തം. ഈ മാസം 21-നാണ് പീഠം തിരികെ ലഭിച്ചതെന്ന ഉണ്ണികൃഷ്ണന്റെ വാദവും ഇതോടെ പൊളിയുകയാണ്. പീഠം തിരിച്ചുകൊണ്ടുപോയ കാര്യം ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് തെറ്റാണെന്നും വാസുദേവൻ വിജിലൻസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. അളവ് ശരിയല്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അത് തിരികെ കൊണ്ടുപോയതെന്നും വാസുദേവന്റെ മൊഴിയിലുണ്ട്. അതേസമയം മുൻ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതിക്കൂട്ടിലാക്കി 2019-ലെ തിരുവാഭരണ കമ്മീഷണറായിരുന്ന RG രാധാകൃഷ്ണൻ രംഗത്തെത്തി. ദ്വാരപാലക ശില്പം സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ ഉത്തരവിറക്കിയത് A. പത്മകുമാർ പ്രസിഡന്റ് രാധാകൃഷ്ണൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ വിളിച്ചു പറയുന്നു, ചെമ്പ് ഇതിന്റെ ദ്വാരപാലകരുടെ പാളികൾ ചെന്നൈയിൽ എത്തിച്ചിട്ടുണ്ട് സ്മാർട്ട് ക്രിയേഷൻസ്. തൂക്കി അതിന്റെ മകസർ തയ്യാറാക്കുന്നു, വെയിറ്റ് എഴുതി വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ പ്രസൻസിൽ ഇത് സ്വർണം പൂശാനായിട്ട് കൊടുക്കുന്നു. സ്വർണം പൂശി 30-ാം തീയതി തിരിച്ചു തരുന്നു. ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ കൊടുത്തയച്ചതായിട്ടാണ് പറയുന്നത്. റിപ്പോർട്ടർ കോട്ടയം, തിരുവനന്തപുരം.